അസ്സലാമു അലൈക്കും. ഒരു കഥ കേട്ട് പോയാലോ? 1924 മാർച്ച് 3 ഇസ്ലാമിക ഖിലാഫത്തിന് അന്ത്യം കുറിക്കപ്പെടുന്നുണ്ട്. തുടർന്ന് നടന്നത് നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ്. തുർക്കിയുടെ തലസ്ഥാനം ഇസ്താൻബുളിൽ നിന്ന് അൻകാറയിലോട്ട് മാറ്റി. ഭരണഘടന അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശരീഅത്ത് നിയമം റദ്ദാക്കി. ഇസ്ലാമിക നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രാലയങ്ങൾ അടച്ചുപൂട്ടി. വഖഫ് നിയമം ഒഴിവാക്കി. 7000 വരുന്ന പള്ളികൾ പൊളിച്ചു മാറ്റപ്പെട്ടു. ശരീഅത്ത് കോടതികൾ പിരിച്ചുവിട്ടു. 1925 നവംബർ 25 പുരുഷന്മാർ തുർക്കിത്തൊപ്പിയും തലപ്പാവും ധരിക്കുന്നത് നിരോധിച്ചു. സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നത് തടഞ്ഞു. അങ്ങനെ ഇസ്ലാമിനെ രാഷ്ട്രീയത്തിൽ നിന്നും ഭരണത്തിൽ നിന്നും എന്ന പോലെ നിത്യജീവിതത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ടിട്ട് 13.5 നൂറ്റാണ്ട് കാലം നീണ്ടുനിന്ന ഖിലാഫത്തിന് അന്ത്യം കുറിച്ച, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിയ നിർഭാഗ്യവാനായ വ്യക്തി ആരാണെന്നറിയും? മുസ്തഫ കമാൽ പാഷ. തുർക്കിയിൽ നിന്ന് ഇസ്ലാമിൻ്റെ അവസാനത്തെ ചിഹ്നവും ഒഴിവാക്കുന്നതിൽ തന്നാലാവുന്നത് പ്രവർത്തിച്ച ഇയാളെ പാശ്ചാത്യർ തുർക്കിയുടെ പിതാവ് എന്നർത്ഥം വരുന്ന അത്താ തുർക്ക് എന്ന പേരിട്ട് വിളിച്ചു. ഈ ചരിത്രത്തിലൂടെ ഇങ്ങനെ വായിച്ചു പോയപ്പോൾ നമ്മുടെ മാതൃമണ്ണിൽ ഇന്ത്യയിൽ നമ്മൾ ആ രീതിയിലോട്ട് അങ്ങോട്ടാണോ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഉൾഭയം. അല്ലാഹു ആലം. ഉപകാരപ്പെടുന്ന അറിവിൽ ഉൾപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജസാക്കല്ലാഹു ഖൈർ.